ആളെ പറ്റി ഞാൻ അന്വേഷിച്ചു. തെന്നൽക്കേ വാരിരുന്ന പേര്. എന്റെ ചേച്ചിയുടെ കൂടെ പഠിച്ചതാ. എന്തായാലും നല്ല പേര്. തെന്നൽ കാറ്റെന്നർത്ഥം, ഗിരി മല എന്നർത്ഥം. ആളിവിടെ പ്രൊവിഡൻസിൽ ഗസ്റ്റ് ലെക്ചറാ. യുവ എഴുത്തുകാരി. നോക്ക്, മല അല്ല ഗിരി. ഇവളെ കുറ്റം പറയാനൊക്കില്ല. 5 കൊല്ലം കാത്തിരിക്കാനുള്ള ആളൊക്കെ ഉണ്ട്. ആളെ ചുള്ളനാ. ചുള്ളനല്ല, കുള്ളൻ. കണ്ടില്ലേ, ഒരു അവിഞ്ഞ ചിരി. വഷളൻ. കണ്ടില്ലേ പെൺപിള്ളേരുടെ മുമ്പിൽ ഷർട്ടും തുറന്നിട്ടിരിക്കണേ. ചുമ്മാ ഇരിക്കും മോളെ. ഇനി വേറെ എന്ത് വേണം? അമ്മ പഴയ എഴുത്താരി, കാമുകി യുവ എഴുത്താരി. ഇനി അങ്ങേക്ക് രണ്ടുപേരെ എഴുന്ന വായിച്ച് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കാലോ. നീ എന്തിനാ അസുഖപ്പെടുന്ന? അവരമ്മ എന്നാലും ചർച്ച. അതെ. ഓ, എന്നാ കൊണ്ടുപോയി പുഴുങ്ങി തിന്നെ. എന്തൊരു സാധനം ഇത്? എന്തു പറയാനാ, ഒടുക്ക ആള് കഴിയുന്നു. എനിക്കാകെ വട്ടായി. തൊടുന്നതൊക്കെ അബദ്ധം. അതെ, മുറി വീക്കായില്ല. നെഞ്ചിന്റെ മേലെ ഒരു വലിയ പാറക്കല്ല് കയറ്റി വെച്ച മാതിരി ഒരു ഫീലിംഗ്. ഗിരിയേട്ടനെയും അവളെ ഒരുമിച്ച് കാണുമ്പോഴൊക്കെ. അവളെ തട്ടിയിട്ട് നേരെ കണ്ണൂർക്ക് പോയാലോ എന്ന് വരെ ആലോചന. അവിടെ നിന്നാ ശരിയാവില്ല എന്ന് തോന്നിയോണ്ട് ഒരു ബ്രേക്ക് എടുത്ത് ഞാൻ നാട്ടിലേക്കുള്ള വോൾവോ പിടിച്ചു. കർത്താവേ, കുരിശ് ഇവിടെയും വന്ന. എനിക്കുണ്ട്. ഏയ്, പൂജയല്ലേ? ഞാൻ തെന്നൽ. നമ്മൾ 1-2 തവണ കണ്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജില് ഗിരിയുടെ ഫ്രണ്ടാ. ചായ വേണോ? വേണ്ട. നാട്ടിലേക്കാണോ? ആ അതെ. ഞാനും അതെ. ഹസ്ബൻഡ് വരുന്നുണ്ട് കുവൈറ്റിൽ നിന്ന് ലീവിന്. കല്യാണം കഴിച്ചാണോ? കഴിഞ്ഞതല്ല, കഴിപ്പിച്ചതാ. ഗിരി തന്നെ. അവർ റോബിനെയും കൂട്ടി വീട്ടിലേക്ക് വന്നു. ആകെ പ്രശ്നമായി. പിന്നൊന്നും പറയണ്ട. ഒടുവിൽ റോബിനും ഞാനും ഇങ്ങോട്ട് പോന്നു. ഗിരിക്ക് നാട് വിടേണ്ടിയും വന്നു. ഗിരി ഇല്ലായിരുന്നെങ്കിൽ. എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല, എനിക്ക് അപ്പോഴും അറിയാം നിങ്ങൾ നല്ല തിക് ഫ്രണ്ട്സ് ആണ്. ചേട്ടൻ വേണ്ടി ചായ വട? വേണ്ട. നീലാകാശം പീലി വിരിക്കും പച്ചത്തെങ്ങോല. നീലാകാശം പീലി. നീ ഇത് 1ാം ക്ലാസ്സിലും കണ്ടുപിടിച്ച പാട്ടല്ലേ? അതെ പപ്പേ. ഈ പ്രായം കൂടുന്നവരും ആൾക്കാർ കൊച്ചുകുട്ടികളെ പോലെ ആവുമെന്നാണ് വിവരമുള്ളവർ പറയണത്. ഞാൻ കേട്ടിട്ടുള്ളത് പെൺപിള്ളേർക്ക് പ്രായമാകും തോറും കാരണവന്മാരുടെ മനസ്സിൽ തീയാന്ന. പ്രായം എത്രയെന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? ദേ, നീ വരുന്നു എന്ന് പറഞ്ഞ് രാവിലെ മുതൽ കാത്തിരിക്കുക സണ്ണി. മോളെ, ഞാനിപ്പോ ഒരു പുതിയ പരിപാടി തുടങ്ങിയേക്ക. മാരേജ് ബ്രോക്കറാണിപ്പോ. ആദ്യത്തെ ബിസിനസ് മോളുടെ അടുത്തുനിന്ന് തന്നെ വേണം എന്നാണ്. നല്ലൊരു പയ്യനുണ്ട്. പെണ്ണ് കാണാൻ വരാൻ പറയട്ടെ ഞാൻ. പെണ്ണ് കാണാനോ? ഇവളെയോ? നല്ല കാര്യമായി. ഇവക്കേ അങ്ങോട്ട് പോയി ആണ് കാണേണ്ടി വരും നമ്മള്. എന്താ പേര്? ഗിരി. ഏ? ഗിരി. ഏതുവരെ പഠിച്ചു? MA മലയാളം. കേട്ടില്ല. കുട്ടിക്ക് തീരെ ശബ്ദം പോരുന്നാണല്ലോ തോന്നണേ. ഒന്ന് ഉറക്കെ പറയടാ. MA മലയാളം. അയ്യോ.
കാര്യം അമ്പയും ബൈക്ക് ഓടിക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണക്കാര്യം പറയുമ്പോ എല്ലാ പെമ്പിള്ളേർക്കും നാണാ. കണ്ടില്ലേ നാണിച്ച് ഓടിച്ചാടി പോയത്. നീ നാണിച്ചോടിപ്പോയി എന്നാണ് ആ സണ്ണി പറഞ്ഞത്. അങ്ങനെ ഒരു സാധനം എൻ്റെ മോൾക്കില്ല എന്ന് പപ്പയ്ക്കറിയാം. അതുകൊണ്ട് ചോദിക്കുക, ഈ കല്യാണക്കാര്യം പറയുമ്പോൾ മാത്രം മോളെന്താ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? ഒന്നുമില്ല പപ്പേ, ഞാനൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് നടന്നില്ലെങ്കിൽ ഞാൻ പറയാം. അപ്പൊ പപ്പ പറയുന്ന ആളെ കേട്ടാ പോരെ? എന്ത് കാര്യം? എക്സാം വല്ലത് വേണോ? ആ, ഒരു വലിയ എക്സാമാ. ഞാനും പഠിച്ചതല്ലേ MBBS. അതേതാ ഞാനറിയാത്തൊരു എക്സാം? സിലബസ് ഒക്കെ മാറി കാരണവരെ, ഇത് കാലം വേറെയാ. എവള് പുലിയാണ് കേട്ടാ. ഒരു വരവൂടെ വരണ്ടി. പിറ്റേന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു മുഴുവൻ കുർബാന കണ്ടു. അതും പാട്ടു കുർബാന. അച്ഛന്റെ ബോറൻ പ്രസംഗവും കേട്ട് കുർബാനയും കഴിഞ്ഞ് കാർന്നോമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ആരിത്? സുകുമാരക്കുറുപ്പോ? ഇതെപ്പം പൊങ്ങി? വന്നിട്ട് 2 ആഴ്ചയായി. ഞാൻ കത്തിക്കാം. അതെ, പൂജയ്ക്കറിയാലോ, മുങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് മുങ്ങണതല്ല. പല പരിപാടിയും നോക്കി, ഒന്നും കൂടെ സക്സസ്ഫുൾ ആവുന്നില്ല. ഇപ്പതേ പുതിയൊരു ഐറ്റം വന്ന് ചാടിയിട്ടുണ്ട്. പറ കേക്കട്ടെ. അതെ, നമ്മുടെ നാട്ടിലൊരു കുങ്ഫു ടൂർണമെന്റ് സംഘടിപ്പിക്കുക. സൗത്ത് ഇന്ത്യ ബേസിൽ നടത്തിയ നല്ലൊരു തുക സ്പോൺസർഷിപ്പ് തരാന്ന് നമ്മുടെ ജ്വല്ലറി പോളാട്ടം പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് ഈ കാര്യത്തിലൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആണല്ലോ. സംഗതി നടക്കട്ടെ. ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? പുള്ളിക്കൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ടൂർണമെന്റിന് നമ്മുടെ ഗിരിയും പിള്ളേരെയും റിങ്ങിലിറക്കണം. നീയും ഗിരിയും നല്ല കൂട്ടാന്ന് എനിക്കറിയാം. നീ അവനോട് പറഞ്ഞ അവന്മാരും കൂട്ടിങ് വരാൻ പറ. അവൻ ചൈനയിലൊക്കെ പോയി പഠിച്ചല്ലേ. അവൻ റിങ്ങിലിറങ്ങിയാലേ നമ്മുടെ നാട്ടിലൊരു ഓളമൊക്കെ ഉണ്ടാവൂ. അതെ അതെ, എങ്ങനെങ്കിലും. അയ്യോ, ഞാൻ പറയില്ല. കാഞ്ഞാണി ചേട്ടൻ തന്നെ നേരിട്ട് പോയി പറഞ്ഞാൽ മതി. ഏയ്, അത് ശരിയാവില്ല. അവൻ ഇപ്പോഴും എന്നോട് നല്ല ദേഷ്യം ഉണ്ടാവും. പിന്നെ ജൂലി ചേച്ചി ചതിച്ചൊക്കെ ഇപ്പോഴും ഓർത്തോണ്ടിരിക്കല്ലേ. കിരീട്ടിന് അതൊക്കെ മറന്നു കാണും. ചേട്ടൻ പോയി ചോദിച്ചു നോക്ക്. എന്നിട്ട് വേണം അവൻ എന്നെ വെട്ടിക്കൊല്ലാൻ. അപ്പം ജൂലി ചേച്ചി പറ്റിച്ച മാത്രല്ലല്ലോ, കാര്യം വേറെ എന്തോ ഉണ്ടല്ലോ. അതിപ്പോ ഞാൻ നിന്നോട് എങ്ങനെയാ പറയുക? ഉദാഹരണത്തിന്, ഞാനും ഗിരിയും പട്ടാളത്തിലായിരുന്നു എന്ന് വിചാരിക്കും. അപ്പൊ താങ്കൾക്കോ? നിങ്ങൾക്കൊരു ലെഫ്റ്റനന്റ് കാഞ്ഞാണി. ക്യാപ്റ്റൻ, യു ആർ സോ കൈൻഡ്. ലെറ്റ്സ് ഗോ ക്യാപ്റ്റൻ. ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ചാണ് വയ്ക്കാൻ. യെസ് ക്യാപ്റ്റൻ. ശത്രുക്കൾ മൈനുകൾ കുഴിച്ചിട്ടുണ്ടാവും. കൺട്രി ഫെലോസ്. Captain! Save me, please! Please! ലെഫ്റ്റനന്റ് കാഞ്ഞാണി! Save me, Captain! Save me! അനങ്ങരുത്. Stay still. Save me, Captain! സൂക്ഷിച്ച്. Don't get panic. No! സൂക്ഷിച്ച്. Captain, please! പയ്യെ കാലെടുക്കൂ. ഇനിയൊരു കല്ല്. ലെഫ്റ്റനന്റ് കാഞ്ഞാണി! ലെഫ്റ്റനന്റ് കാഞ്ഞാണി! ലെഫ്റ്റനന്റ് കാഞ്ഞാണി! അങ്ങനെ ചെയ്തോ? അങ്ങനെ ചെയ്തില്ല, അതിലും വലുതാ ചെയ്തത്. പുറത്ത് പറയാൻ കൊള്ളില്ല. അപ്പം കിരിയേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലീസ്. ഏതായാലും ഞാൻ പറഞ്ഞു നോക്കാം.